ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ രാവിലെ എല്ലാവരും എഴുന്നേറ്റു. എൻ്റെ അമ്മ കാപ്പി ഇടുക. ഇന്ന് പതിവില്ലാതെ നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചൂടുവെള്ളമൊക്കെ രാവിലത്തെ ഇവിടെ എല്ലാവർക്കും നേരത്തെ പോകണം. അങ്ങനെ ചൂടുവെള്ളം വെക്കാൻ വേണ്ടി അമ്മ തീ കത്തിച്ചേക്കുക. രാവിലെ അമ്മ കട്ടൻ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുക. കാപ്പി കുടിക്കുന്ന സമയമായി. ഞാൻ പല്ലൊക്കെ തേക്കട്ടെ. ആറു പല്ല് തേക്കാം. ഞങ്ങൾ പല്ല് തേക്കാൻ പോവാണേ. പല്ല് തേച്ചിട്ട് കാണാം. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ചു, മുഖമൊക്കെ കഴുകി കാപ്പി കുടിക്കാൻ പോവാം. കാപ്പി അമ്മ എടുത്തു വെച്ചേക്കും ഇവിടെ കുടിക്കാൻ വേണ്ടി. ചൂടോടെ കാപ്പി കുടിക്കണം, നിർബന്ധമാണ്. അപ്പം ഏകദേശം ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ കഴിക്കും രാവിലെ ദോശ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ട്. ദോശയും ചമ്മന്തിയും. ഇന്നിവിടെ ദോശയും ചമ്മന്തിയുമാണേ. അല്ലെങ്കിൽ ദോശ സാമ്പാറും ഉണ്ടാക്കാനാണ് അമ്മ പറയുന്നത്. പാല് വെക്കാൻ പോവാ. രാവിലെ കട്ടൻ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പാലും കാപ്പി വേണം. കാരണം അച്ഛനൊക്കെ പോകണം, അച്ഛനും വേണം, എല്ലാവർക്കും പോകണം. 8 മണിക്കുള്ളിൽ എല്ലാവരും പോകും. അപ്പം രാവിലെ അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ റെഡിയായി. രാവിലെ വന്ന ദോശയാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ആ ദോശയിൽ നിന്ന് മാറ്റി ഇഡലിയും സാമ്പാറും അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇഡലി ഉണ്ടാക്കി അമ്മ സാമ്പാറും കണ്ട് കടുക് തളിക്കുന്നു. പിന്നെ രാവിലെ എല്ലാവരും പോയി, അത്യാവശ്യക്കാരെല്ലാം പോയി. പിന്നെ ഇനിയും മോളേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചേച്ചി കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്ന ധൃതിയിലാണ് ഗൈസ്. നമുക്കത് നോക്കാം. അപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിൽ ഇട്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് കാണാം. പറഞ്ഞാറ്റാ ഇച്ചിരി ഇറങ്ങി തിരിഞ്ഞ് നിൽക്കുവാണേ. പാപ്പച്ചി ഉച്ചക്കത്തേക്കുള്ള കപ്ലങ്ങ തോരന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വിശക്കാൻ തുടങ്ങി. രാവിലത്തെ ഫുഡ് കാണിച്ചു തരാം. നമുക്ക് കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിപ്പ് കഴിഞ്ഞു. ഇപ്പം അതേ ചേച്ചി തുണി അലക്കാനായിട്ട് വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാ തുണി അലക്കാനായിട്ട് സോപ്പൊടിയൊക്കെ കുതിർത്ത് വയ്ക്കുന്നു. നമുക്ക് തുടച്ചോണ്ടിരിക്കും. ഈ പട്ടി ഉണ്ടല്ലോ ഇവിടെ എല്ലാം ചവിട്ടി കയറും. ഞാനൊന്ന് കയറി നടന്നിട്ട് വരാം. അപ്പൊ ഞാനിതുവഴി നടക്കേണ്ട വരത്തില്ലേ? കഥ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഞാനിതുവഴി നടക്കത്തില്ലേ? അപ്പൊ അതോ തുടയലെല്ലാം കഴിഞ്ഞ് മോപ്പെല്ലാം കഴുകി വെക്കുന്നു. ഇനി എന്നാ പരിപാടി? തുണി തുടങ്ങി ഗൈസ്. ജോലിയാണ് ഗൈസ്. അപ്പം ഞാനും കുറച്ച് നേരം വിശ്രമിക്കട്ടെ അല്ലേ ചേച്ചി? അപ്പം ഞാൻ കുറച്ച് നേരം ഇത് വിശ്രമിക്കാം. ചേച്ചി അപ്പോൾ പണി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ തുണിയെല്ലാം അലക്കി വിരിച്ചു. അപ്പോൾ പപ്പീസിനെ ഇനിയും കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ദേഹത്ത് ചെറുതായിട്ട് ചെള്ളുണ്ട്. അപ്പോൾ അതിനെല്ലാം കളഞ്ഞ് ചേച്ചി കണ്ട ഷാമ്പൂ ഒക്കെ തേച്ച് കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് തോർത്തിയെടുക്കാൻ നമുക്കിനിയും ചോറ് കഴിക്കാം. ഞങ്ങൾ ചോറിട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം കണ്ടല്ലോ എല്ലാവരും. അപ്പം ഞങ്ങളിനിയും ചോറിനട്ടെ. അപ്പം ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞു. പാത്രം കഴുകുന്ന തിരക്കില്ല ദേവു. അപ്പം പാത്രം കഴുകി അമ്മ എല്ലാം അടുക്കി വെക്കുമായിരുന്നു. അപ്പത്തിന് അച്ഛൻ കഴിക്കാൻ വന്നു. അച്ഛന് ചോറ് വിളമ്പുന്നതാണ്. ഇപ്പോൾ ചോറുണ്ണാൻ വേണ്ടി അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിപ്പൊക്കെ കഴിഞ്ഞു. കുറച്ച് പണിയുണ്ടെങ്കിൽ അതോടെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ഓക്കെ. നമ്മൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയും സമയം 3 മണിയാകുന്നു. കുഞ്ഞിനെ പോയി വിളിക്കണം. അപ്പോൾ ഞാൻ പോയി കുഞ്ഞിനെ വിളിച്ചിട്ട് വരാം. ഫറൂസിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
എന്തോ ചെറിയ പരിക്കൊക്കെ പറ്റിച്ചോണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. എന്തോ പരിക്ക് പറ്റിച്ച അവളറിയാതെ കടിച്ചതാ. കാണിച്ചേ. മുറിഞ്ഞോ? മുറിഞ്ഞു. കടിച്ചു മുറിച്ചതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുഞ്ഞിനെ വിളിച്ചോണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ അവൾക്ക് ചോറൊക്കെ കൊടുത്ത് ചായയൊക്കെ കുടിച്ച് ചായ കുടിച്ചിട്ട് വരാം. സ്കൂളിൽ പോയിട്ട് വന്ന് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുക. അതാത് ദിവസത്തെ വിശേഷങ്ങൾ വന്ന് വീട്ടിൽ പറയുവേ. അപ്പം ഞാൻ അതാത് ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. എന്തൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചു, സ്നാക്സൊക്കെ കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്കൂളിലെ കഥയൊക്കെ പറയുമായിരുന്നു, കൂട്ടുകാരുടെ കഥയും എല്ലാം എന്നോട് പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞാൻ പുസ്തകമെല്ലാം കൊണ്ടുപോയ പുസ്തകങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്നോ എന്ന് നോക്കുവാണേ. അപ്പോൾ അവിടെ ഒരു ബുക്ക് വെച്ചിട്ട് പോരുന്നിട്ടുണ്ട്. ഞാൻ ആ ബുക്ക് എടുത്തുകൊണ്ട് പോയാൽ കണ്ടില്ലായിരുന്നു. ആ ബുക്ക് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പോന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കി പുസ്തകങ്ങളെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എല്ലാം ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ സ്കൂളിലെ ബെൽറ്റിൻ്റെ കാര്യം പറയാമായിരുന്നു. ബെൽറ്റ് ഇതുവരെ കുഞ്ഞിന് കിട്ടിയില്ല. അപ്പം ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട്, നാളെ തരുമെന്ന് പറഞ്ഞെന്നൊക്കെ എന്നോട് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതേ നമുക്ക് 4 മണിക്കത്തേക്കുള്ള കാപ്പി കുടിക്കാനുള്ള സമയമായി. കാപ്പി വെക്കാൻ പോവാം അപ്പച്ചി. ചേച്ചി ദേ ഇവിടെ നിൽപ്പുണ്ട്. ഫാറൂസ് വന്നിട്ട് ചോറൊന്നും കഴിച്ചില്ല, സിപ്പപ്പാ കുടിക്കുന്നേ. എന്തോ അമ്മ കാപ്പിയുടെ കൂടെ അവരെ നനച്ചോ? കട്ടൻ കാപ്പിയും അവല് നനച്ചത്. ശർക്കരയില്ലേ, പഞ്ചാര ഇട്ടാണ്. തേങ്ങ ഇട്ടോ അമ്മേ? തേങ്ങ ഇട്ടു മതി, ധാരാളം. രാവിലെ തിരുമ്മേൻ്റെ തേങ്ങ ഇച്ചിരി വാഴ കൊടുക്കണം. കാപ്പി വെച്ചോ അടുപ്പേ? ബിസ്ക്കറ്റ് വേണം, ബിസ്ക്കറ്റ് ഇരിക്കുന്നു. കാപ്പി ബിസ്ക്കറ്റും. ബിസ്ക്കറ്റ് വേണ്ട, അവല് വേണം. ഇവിടെ കാപ്പി വെച്ച നേരത്തിന് ചിറ്റയും മോളും കൂടെ പോയി ഊഞ്ഞാലാടുവാണേ. അത്രയും ദൂരത്തിൽ ഊഞ്ഞാലാടുന്നത് കണ്ട് ആരും ഒന്നും പറയല്ലേ. കാരണം അവൾക്ക് അത്രയും സ്പീഡിൽ ആടിയില്ലെങ്കിൽ കിടന്ന് ബഹളം വെക്കും. അതാണേ, അത്രയും സ്പീഡിൽ മുറുക്കെ പിടിച്ചിരുന്നോളൂ, വീഴുകയില്ല. അതുകൊണ്ട് അവൾ ആട്ടുന്നു. എന്നാലും അവൾ സൂക്ഷിക്കുന്നുണ്ട്. ആ നേരത്തിന് നമ്മുടെ കാപ്പിക്ക് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടത് ദേവുവിന്. ദേവു അച്ഛൻ കുടിക്കില്ല, കത്തു പോകും. കട്ടൻ കാപ്പി ഞാൻ കുടിക്കാറില്ല ഗൈസ്, അതുകൊണ്ട് കേട്ടോ. കറുത്ത് പോകുന്നോണ്ടല്ലേ, എനിക്കത് ഇഷ്ടമല്ലാത്തോണ്ടാ ഗൈസ്. അതെ അതെ. പിന്നെ കാപ്പി കുടിക്കുക, അവലും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കഴിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ കൊച്ചതും കഴിക്കുന്നുണ്ട്. വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.